സൂചനയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏതായാലും ഏത് സമയത്ത് നമ്മൾ മരിച്ചാലും ഖബറിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിജയം. തെരഞ്ഞെടുപ്പ് കഴിയും, അതിന് റിസൾട്ട് വരാനിരിക്കുകയാണ്. ചില ആളുകൾ ജയിക്കും, ചില ആളുകൾ തോൽക്കുന്ന ആൾ വിചാരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് ഏറ്റവും കാണിച്ചു തരാമെന്ന് പറയും. അത് നമ്മുടെ ദുനിയാവിലെ തെരഞ്ഞെടുപ്പിൻ്റെ ശൈലിയാണ്. എന്നാൽ നമുക്കൊക്കെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്. അവിടെ സ്ഥാനാർത്ഥികളാകാത്തവരൊരാളും ഇല്ല. നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളാണ്. സ്ഥാനാർത്ഥികളാകുന്ന നമുക്ക് പിന്നെ വോട്ടാരാ ചെയ്യാനുള്ളത്? അത് സ്ഥാനാർത്ഥി തന്നെ വോട്ടുണ്ടാക്കണം. ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നാളേക്കുള്ള വോട്ടുകളാണ്. ഇവിടെ സേവനം ചെയ്യുന്നത് വോട്ടുകളാണ്. അഹ്ലു ബൈത്തിനെ മഹബത്ത് വെക്കുന്നത് വോട്ടുകളാണ്. അവർക്ക് സേവനം ചെയ്യുന്നത് വോട്ടുകളാണ്. ദീനി പ്രവർത്തനത്തിന് ഖിദ്മത്തെടുക്കുന്നത് വോട്ടുകളാണ്. ഇൽമു പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വോട്ടുകളാണ്. ഖുർആൻ ഓതുന്നത് വോട്ടുകളാണ്. സ്വതക്ക ചെയ്യുന്നത് വോട്ടുകളാണ്. അങ്ങനെ വോട്ടുകൾ വർദ്ധിപ്പിച്ച് നാളെ വോട്ടെണ്ണുന്നൊരു ദിവസം വരാനുണ്ട്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. അന്ന് സമ്പത്ത് ഉപകരിക്കൂല. സമ്പത്തിന്റെ മേന്മ പറഞ്ഞ് ജയിക്കാൻ കഴിയൂല. സ്വാധീനത്തിൽ ജയിക്കാൻ കഴിയൂല. ചുളിവിലൂടെ രക്ഷപ്പെടാൻ കഴിയൂല. അന്ന് വിജയിക്കുന്നവർ ആ വോട്ടെണ്ണുന്ന ദിവസം ആരുടെ വോട്ടുകളാണോ കൂടുതലുള്ളത്, അല്ലെങ്കിൽ ആർക്കാണോ വോട്ടുകൾ ഉള്ളത്, അവർക്കാണ് നാളെ വിജയം. വിജയിച്ചവരെ പിന്നെ തോൽപ്പിക്കാൻ കഴിയൂല. അങ്ങനത്തെ ദുനിയാവിലെ തെരഞ്ഞെടുപ്പല്ല അവിടത്തെ തെരഞ്ഞെടുപ്പ്. ഒരാളെക്കാളും ഒരു വോട്ട് കിട്ടിയാൽ ദുനിയാവിൽ MLA ആവും. ഒരു വോട്ടിന് ജയിച്ചാൽ MLA ആവും. ഒരു വോട്ടിനെ ജയിച്ച് ഞാൻ ആവട്ടെ എന്ന് പറയാൻ പറ്റൂല മറ്റേ ആൾക്ക്. ആഖിറത്തിൽ അങ്ങനെയില്ല. ഇന്നയാളേക്കാൾ ഒരു വോട്ട് കൂടുതൽ കിട്ടി അങ്ങനെ ആഖിറത്തിലില്ല. മറിച്ച് വോട്ടെണ്ണുന്ന ദിവസം ഓരോരുത്തരുടെയും പേരുള്ള ബാലറ്റ് പേപ്പർ തുറന്നു നോക്കുമ്പോൾ അത്യാവശ്യം വോട്ടുണ്ടോ അവനക്ക് ജയിച്ച് കയറാം. ഇല്ലേ എന്താണെന്നറിയോ? ഏറ്റവും ചൂടേറിയ നരകാഗ്നിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ തോറ്റാൽ 5 കൊല്ലം കഴിയട്ടെ ഞാൻ കാണിച്ചു തരാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അവിടെ തോറ്റാൽ പിന്നെ നരകമാണ്, ജയിച്ചാൽ പിന്നെ സ്വർഗമാണ്. വേറെ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ ഇല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, നമുക്കുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെയല്ല. നമുക്കുള്ള തെരഞ്ഞെടുപ്പ് ആഖിറത്തിലെ തെരഞ്ഞെടുപ്പാണ്. അന്ന് വോട്ടെണ്ണുമ്പോൾ നമ്മുടെ കയ്യിൽ വോട്ട് വേണം. ആ വോട്ടുണ്ടാക്കേണ്ട സ്ഥലം ദുനിയാവാണ്. അവിടെ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മഹാന്മാര് കാണിച്ചു തന്ന മാതൃക, നമ്മളിവിടെ ഉറൂസ് കഴിക്കുന്ന മഹാനായ സയ്യിദ് അവർകൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക, ആ മാതൃക നമ്മൾ ജീവിതത്തിൽ പകർത്തണം. സുബ്ഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കൽ പതിവാക്കുന്നവരാകണം. അതേ സൂര്യൻ ഉദിച്ച് ദുഹറിന്റെ ഇടയിൽ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുന്നവരാകണം. എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെ റവാത്തിബുകൾ പതിവാക്കുന്നവരാകണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം. റമദാനിൽ പാരായണമുണ്ട്, ശവ്വാൽ മുതൽ ഇല്ല. റമദാനിൽ തഹജ്ജുദുണ്ട്, പെരുന്നാൾ മുതൽ ഇല്ല. റമദാനിൽ റവാത്തിബുകളുണ്ട്, പെരുന്നാൾ മുതൽ ഇല്ലേ. റമദാനിൽ ചുരുങ്ങിയത് 3 റക്അത്ത് വിത്റുണ്ട്. പെരുന്നാൾ മുതൽ 1 0 മാറിയിട്ടുണ്ടോ? ഇന്ന മിൻ അലാമാതി ഖബൂലിൽ അമലി സ്വാലിഹ്. റമദാൻ സ്വീകരിച്ചു എന്നതിന്റെ അടയാളം, നമ്മൾ ചെയ്ത അമലുകൾ സ്വീകരിച്ചു എന്നതിന്റെ അടയാളം ആ റമദാനിൽ ചെയ്തത് റമദാനിന്റെ ശേഷവും നിലനിർത്താൻ കഴിയുക എന്നതാണ്. അങ്ങനെ കഴിഞ്ഞിട്ടില്ലയോ അത് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നതുമാണ്. അതുകൊണ്ട് നന്നായി ജാഗ്രത വേണം. നമ്മള് റമദാൻ 29 ദിവസവും നമ്മൾ അത്താഴം കഴിച്ചു, നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചു. ശവ്വാലായത് മുതൽ പിന്നെ സുബഹി വാങ്ങിക്കൊടുക്കാതെ എഴുന്നേൽക്കണില്ലെങ്കിൽ അതിന്റെ അർത്ഥം തിന്നാൻ വേണ്ടി എഴുന്നേറ്റതാണ്. അതിന്റെ അർത്ഥം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റതല്ല, തിന്നാൻ വേണ്ടി എഴുന്നേറ്റതാണ്.
മഹാന്മാര് പഠിപ്പിച്ചു അത്താഴം കഴിക്കൽ സുന്നത്താണ്, പക്ഷെ തിന്നാനായിട്ട് എഴുന്നേൽക്കരുത്, നിയ്യത്ത് മാറരുത്. അപ്പൊ അത്താഴം കഴിക്കുമ്പോഴും ആ സമയത്ത് ഖുർആൻ ഓതുന്നത് വലിയ പുണ്യമാണ്. ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നത് വലിയ മഹത്വമാണ്. പാതിരാത്രിയിൽ എഴുന്നേറ്റ് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതി ദുആ ചെയ്യുന്നവരാ എന്ന് മുഅ്മിനീങ്ങളെ പറ്റി പറയുകയാണ്. ഞാനൊരൊറ്റ സംഭവം കൂടി ബറക്കത്തിന് പറഞ്ഞു നിർത്തട്ടെ. നല്ല കഠിനമായ ചൂടാണല്ലോ, നമുക്ക് ചൂട് ശമിക്കണം, മഴ വേണം. അതിനെന്ത് വേണം? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. ഒരു മഹാനടുത്ത് വന്നിട്ട് പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞു. മക്കളില്ല, മക്കൾ വേണം, മഴയില്ല, മഴ വേണം, കടം വീടണം, പൊറുക്കൽ കിട്ടണം, അങ്ങനെ പല ആവശ്യങ്ങളും പറഞ്ഞപ്പോ എല്ലാവർക്കും ഒറ്റ മരുന്നാ കൊടുത്തത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, എല്ലാത്തിനും ഒരു മരുന്നാണോ? അപ്പോഴാണ് ഈ ആയത്ത്, സൂറത്ത് നൂഹിലെ ആയത്താണ് ഞാൻ ഇവിടെ ഓതിയത്. ഈ ആയത്ത് മഹാൻ ഓതി കൊടുത്തിട്ട് പറയാണ്, അല്ലാഹു പറയുന്നു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോ, എങ്കിൽ ഇന്നഹു കാന ഗഫാറാ, അല്ലാഹു ദോഷം പുറത്തു തരും. പോരാ, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അല്ലാഹു നിങ്ങൾക്ക് മഴ തരും. പോരാ, വയുംദിദുകും ബിഅംവാൽ, കടം വീട്ടാനുള്ള സമ്പത്ത് തരും. പോരാ, വബനീ, മക്കളില്ലാത്തവർക്ക് മക്കൾ തരും. അസ്തഗ്ഫിറുല്ലാഹ് എന്നതുകൊണ്ട് വെറും പൊറുക്കൽ മാത്രമല്ല കിട്ടുക, നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും കൂടുന്നതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഞാൻ ഒറ്റമൂലി കൊടുത്തത്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അവരുടെ ആ ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. മഹാനവറുകൾ ഇൽമ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അങ്ങനെ രാത്രിയാകുമ്പോ ഏതെങ്കിലും പള്ളിയിൽ ഉറങ്ങും, പിറ്റേന്ന് സുബഹിക്ക് വീണ്ടും യാത്ര തുടരും. അങ്ങനെ ഒരു നാട്ടിലെത്തി, പരിചയമില്ലാത്ത നാടാണ്. ആ പള്ളിയിൽ ഈശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്തൊക്കെ കഴിഞ്ഞ് മഹാനവറുകൾ എല്ലാവരും പോയിട്ട് വേണം ഒന്ന് ഉറങ്ങാനെന്ന് കരുതിയിരിക്കുന്നു. അപ്പൊ നമ്മളെ മോദിന് പോണില്ല, കാരണം മൂപ്പര് പോയിട്ടാണ് ഇയാൾക്ക് പോകാൻ, എന്നേക്ക് മോദിന് പോണില്ല. ഇയാള് പോയിട്ടാണ് ഇത് വാതിലടിച്ച് പോണ്ടേ. അപ്പൊ എത്രയായിട്ട് എഴുന്നേൽക്കണില്ല. അഹ്മദ് റളിയല്ലാഹു അൻഹു മഹാനവരോട് പറഞ്ഞു, അല്ല നിങ്ങൾ പോണില്ല, നിങ്ങൾക്ക് പോയിട്ടാണ് വാതിലടിച്ച് പോകാൻ. അപ്പൊ മഹാനവരോട് പറഞ്ഞു, ഞാനൊരു യാത്രക്കാരനാണ്, എനിക്ക് പരിചയമില്ലാത്ത നാടാണ്, ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ട് ഞാൻ സുബഹിക്ക് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറ്റൂല, പള്ളി കമ്മിറ്റി അനുവദിക്കൂല, അവിടെ കാർപ്പറ്റിൽ കിടക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, അതിന് പല കാരണം ഉണ്ടാവും. കാരണം അനുവദിച്ചിട്ടുണ്ടാവും മുമ്പ്, പിറ്റേന്ന് സുബഹിക്ക് ആംപ്ലിഫയർ കാണാണ്ടാവൂല. അപ്പൊ കമ്മിറ്റി തീരുമാനിച്ചു ഇവിടെ ആരും കിടക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ഏതായാലും ആവട്ടെ, ഇവിടെ കിടക്കരുത് എന്ന് കമ്മിറ്റിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞു. അപ്പൊ മഹാനവറുകൾ പലതും പറഞ്ഞു. അവസാനം പറഞ്ഞു, ഞാൻ അഹ്മദ് ഇബ്നു ഹംബലാണ്, അങ്ങനെയെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ ഇയാൾ പറഞ്ഞപ്പോൾ അങ്ങനെ പലപോലും വരുന്നുണ്ട്, ഞാൻ ഷാഫി ഇമാമാണ്, ഞാൻ ഹദർ നബിയാണ്, കെടുക്കാനുള്ള പല ഐഡിയിലും വരുന്നത്. ആ ജാതി ഐഡിയൊന്നും ഇവിടെ പറ്റൂല. അവസാനം മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടു, ഇത് നടക്കൂല. മഹാനവറുകൾ പള്ളിയിൽ നിന്ന് പാതിരാത്രിയിൽ ഇറങ്ങി. നാട് പരിചയമില്ല, ആളെ പരിചയമില്ല. മഹാനവറുകൾ ഇങ്ങനെ ഇരുട്ടിൽ നടന്നു. ഒരു വെളിച്ചമുള്ള വീട് കണ്ടപ്പോ വാതിൽ മുട്ടി. ആ വീട്ടിലെ ഉടമസ്ഥൻ കയറി വന്നു. നല്ല മനുഷ്യനാണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് സുബഹി വരെ കിടക്കാൻ ഒരു അനുവാദം തരുമോ? ഞാനൊരു വഴിയാത്രക്കാരനാ. അയാൾ സന്തോഷത്തോടെ റൂം തരപ്പെടുത്തി കൊടുത്തു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കിടക്കാൻ വേണ്ടി ബെഡിൽ കിടന്നപ്പോ അപ്പുറത്തുള്ള റൂമിൽ ഈ വീട്ടുടമസ്ഥൻ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. വേറെ ഒരു ദിക്റും അയാൾ ചൊല്ലുന്നില്ല. പാതിരാത്രി ആയിട്ടുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ കുറെയൊക്കെ കിടന്നു നോക്കി, നിർത്താതിരുന്നത് കണ്ടപ്പോ മഹാനവറുകൾ എഴുന്നേറ്റു. മഹാനവറുകൾ ചിന്തിച്ചു, ഇയാൾ ഇത്രമാത്രം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാന് എന്ത് തെറ്റായിരിക്കും ഇയാൾ ചെയ്തിട്ടുണ്ടാവുക? ഈ പാതിരാത്രിയിൽ ഉറങ്ങണമെങ്കിൽ ശബ്ദം ഇല്ലാതാവണ്ടേ? മഹാനവറുകൾ റൂമിൽ നിന്ന് ഇറങ്ങി അയാളുടെ അടുത്തിരുന്നിട്ട് ചോദിച്ചു, മനുഷ്യ, പാതിരാത്രിയാണ്, ഉറങ്ങാനുള്ള സമയമാണ്, നിങ്ങൾ എന്തേ നിർത്താതെ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നത്? അയാള് പറഞ്ഞ മറുപടി,
എനിക്ക് അള്ളാഹു ചോദിച്ചതെല്ലാം, എൻ്റെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു നിറവേറ്റി തന്നിട്ടുണ്ട്. ഒരാവശ്യം മാത്രമേ എനിക്ക് അള്ളാഹ് ഇതുവരെ തരാതിരുന്നിട്ടുള്ളൂ. അതെന്താണ് നിങ്ങൾക്ക് അള്ളാഹ് തരാത്ത ആവശ്യം? ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന ഇമാമില്ലേ, ആ ഇമാമിനെ ഒന്ന് മരിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ടൊന്ന് കാണാനാ അള്ളാഹു ഇതുവരെ എനിക്ക് അതിന് അവസരം തന്നിട്ടില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അസ്തഗ്ഫിറുല്ലാ വർദ്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാ അന്വേഷിക്കുന്ന അഹ്മദ് ഇബ്നു ഹംബൽ അത് ഞാനാ. സുബ്ഹാനല്ലാഹ്, ഇയാളങ്ങ് നെട്ടി അട്ടഹസിച്ചു പോയി. സന്തോഷം കൊണ്ട് അദ്ദേഹം ചാടിപ്പോയി. ഇസ്തിഗ്ഫാർ കൊണ്ട് എനിക്ക് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അല്ലാഹ് അനുവാദം തന്നല്ലോ. ഞാൻ ഈ സംഭവം പറഞ്ഞത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അസ്തഗ്ഫിറുല്ലാ വർദ്ധിപ്പിച്ചോ. ഇന്നഹു കാന ഗഫാറാ, അല്ലാഹ് ദോഷം പുറത്തു തരും പോരാ. യുർസിലി സമാ അലൈക്കും മിദ്റാറാ, അസ്തഗ്ഫിറുല്ലാ വർദ്ധിപ്പിച്ചോ, അല്ലാഹ് ചൂട് കുറക്കും.